ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴക്കട്ടയാണ്. കൊഴക്കട്ട പലതരത്തിൽ കൊഴക്കട്ട ഉണ്ടാക്കും നമ്മള്. അമ്മിണി കൊഴക്കട്ട, അതുപോലെ പാല് കൊഴക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് മസാല കൊഴക്കട്ട, സ്വീറ്റ് കൊഴക്കട്ട, അങ്ങനെ പലതരത്തിലുള്ള കൊഴക്കട്ടകൾ നമ്മൾ ഉണ്ടാക്കും. ഇതിപ്പോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു കൊഴക്കട്ടയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഴക്കട്ടയാണ്. അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഒരു അരക്കപ്പ് പച്ചരി, അരക്കപ്പ് പൊന്നിയരിയും കൂടി ഒരു 5-8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തണം. കുതിർത്തിയിട്ട് എടുത്തു വെച്ചതാണത്. ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മതി. ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നാൽ മതി. ഒരുപാട് നൈസായി അരയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിന് അരി ഒന്ന് തരി പോലെ അരി കടക്കണം. അപ്പോഴായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കൊഴക്കട്ടയ്ക്ക്. അപ്പോൾ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ക്രഷ് ഇതാക്കി കൊണ്ടുവന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് ഇപ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ നാളികേരം ഇടുന്നതാണ് കുഴക്കട്ടയ്ക്ക് ടേസ്റ്റ്. അതിപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര നാളികേരം വേണം, ചിലവർക്ക് നാളികേരം കൂടുതൽ വേണ്ടി വരില്ല, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അതിനൊരു അളവൊന്നുമില്ല. പിന്നെ അതാ 2 ടേബിൾ സ്പൂണ് ഉഴുന്നും പരിപ്പ്, അര സ്പൂൺ കടുക്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ വറ്റൽ മുളക്, പിന്നെ അതിൽ കൂടെ തന്നെ നമ്മൾ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കില്ലേ, നമ്മൾ ഊണ് കഴിക്കാനൊക്കെ ആ കൊണ്ടാട്ടമുളകും 2 പീസായിട്ട് ഇതിലിട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇടണം നിർബന്ധമൊന്നുമില്ല, ചുവന്നമുളക് ഇട്ടാലും മതി. പിന്നെ കുറച്ച് കരിവേപ്പില, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയിൽ പോയിട്ട് ഇതൊരു അടി അടിച്ചിട്ട് കൊടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒരു 2-3 കറക്കം, നമ്മൾ അരയ്ക്കുന്നതിനല്ല, നമ്മളിങ്ങനെ പൊടിക്കില്ലേ, അതിലിട്ടിട്ട് 2-3 കറക്കം കറക്കി. ഇതൊക്കെ ഉണ്ടാവും. അരി ഫുള്ളായി അരഞ്ഞിട്ടില്ല, ഇപ്പോഴും ഈ അരിയിൽ തരിതരിങ്ങനെ ഉണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇത് അരിക്ക് നമ്മൾ വെള്ളം ഊറ്റി വെച്ചതായിരുന്നു. എന്നാൽ ഇതിലൊരു കാ കപ്പ് വെള്ളം ഒന്ന് അരിക്ക് തളിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് അരി ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ചട്ടി വെച്ചിട്ട് നമ്മളരിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ കടുക് അതിക്കിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് പൊട്ടി കഴിയാറായി. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉഴുന്നും പരിപ്പ് അതിക്കിട്ട് കൊടുക്കുക. അതിൻ്റെ ചട്ടകത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇനി പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വറ്റൽമുളക്, അതുപോലെ മറ്റേ കൊണ്ടാട്ടമുളക് എന്നാണ് ഞങ്ങൾ പറയുക. നമ്മൾ ചോറിലേക്കൊക്കെ ഇത് കഴിക്കില്ലേ, അതൊട്ടതിലിട്ടിട്ട് ഒന്ന് സ്റ്റീം കമ്മിയാക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ട് ഈ കരിവേപ്പിൻ്റെ അരിയിൽ അതിട്ട് കൊടുക്കുക. പൊട്ടിത്തെറിക്കാൻ തുടങ്ങുക. ഇതാണ് ഈ ഒരു മിക്സിങ്ങാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് കൊഴക്കട്ടയുടെ. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരി, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കലക്കി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാകം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അങ്ങനെ അരിക്ക് ഇടുകയാണ് അരി. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇതിനിപ്പോൾ എടുത്തിരിക്കുന്നത് ഞാൻ ഈ കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ്. ഇതൊന്നും ഇതിൽ കടന്ന് വേവാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇത് മതിയാവുമെന്ന് വിചാരിക്കുക. അത് വേണമെങ്കിൽ അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഞാനിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ സ്റ്റീം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
ചില ആൾക്കാർ നാളികേരമൊക്കെ നമ്മൾ ഈ അരി അങ്ങനെ എടുത്തില്ലേ, അരി അരച്ചെടുത്തില്ലേ, അപ്പം തന്നെ നാളികേരം അതിലിട്ടിട്ട് അരയ്ക്കാറുണ്ട്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മളിതിങ്ങനെ ഒരു പാകമായതിന് ശേഷം നാളികേരം ഇതിലേക്ക് ഇടുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്, നാളികേരത്തിൻ്റെ ടേസ്റ്റ് അതിൽ അറിയാമെന്ന് തോന്നിയപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇട്ട് അരയ്ക്കാറില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് അരയ്ക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ അരി അരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ നാളികേരം അതിലിട്ടിട്ട് ഒന്ന് അങ്ങനെ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇതിൽ തന്നെ ഇട്ടിട്ട് നാളികേരം ഇട്ടാൽ മതി. അതിനൊരു പാകമുണ്ട്. ഇതിൽ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇടരുത്. കുറച്ച് വെള്ളം ഇതിൽ ബാക്കി നിൽക്കുമ്പോൾ ആ നാളികേരം അതിലിട്ടിട്ട് ഇളക്കണം. അപ്പോഴായിരിക്കും കൊഴക്കട്ടയ്ക്ക് ഒരു ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായി ഉണ്ടാക്കുന്ന ഒരു കൊഴക്കട്ടയാണ്. അതുകൊണ്ട് ഈ ഒരു കൊഴക്കട്ടയ്ക്ക് നമ്മൾ അരി നന്നായി അരയ്ക്കാൻ പാടില്ല. പക്ഷേ ഈ അമ്മിണി കൊഴക്കട്ട എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ വെള്ളത്തിലൊക്കെ കൊഴക്കട്ട ഉണ്ടാക്കിയിടും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അരി നന്നായിട്ട് അരച്ചിട്ട് വേണം. പിന്നെ ഞാൻ പച്ചരിയും പൊന്നിയരിയാണ് എടുത്തത്. ചിലവർ ചെമ്പാരി, അങ്ങനെ ചുവന്ന അരി ഉണ്ടല്ലോ, ആ അരിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കൊഴക്കട്ട. അതിപ്പോൾ നമുക്ക് ഏത് അരിയിലാണോ ഉണ്ടാക്കുന്നത് ഇഷ്ടച്ചാൽ അതിലുണ്ടാക്കാം. പലതരത്തിലുള്ള കൊഴക്കട്ടയുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കൊഴക്കട്ട പരിചയപ്പെടുത്തുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കൊഴക്കട്ടകളായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി പലഹാരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്കിതിന് കഴിക്കാം. ഇതിൽ കടന്നൊന്ന് വേവട്ടെ. വെന്തതിൽ അവസാനം ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഏകദേശം ഈ പാകത്തിലാവണം. ഞാനിതിൽ ഉപ്പിടുന്നത് കാണിച്ചു തരാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉപ്പും കൂടി ഇതിലിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എടുത്തു വെച്ച നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം നമുക്കിങ്ങനെ നോക്കുമ്പോൾ എത്ര വേണം എന്നുള്ളൊരു അളവിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു അരമുറി നാളികേരം എന്തായാലും വേണ്ടി വരും, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പച്ചരി പൊന്നിയരിയും കൂടിയിട്ട് 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം നാളികേരം വേണോ. അരച്ചതാണെങ്കിൽ നാളികേരം ഇങ്ങനെ കാണില്ല, അരച്ച് അതിൽ തന്നെ മിക്സിങ് ആയിട്ടുണ്ടാവും. കണ്ടോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതാണ്ടല്ലേ ഇങ്ങനെ വരുന്നുണ്ട് ചട്ടിയിൽ. ഇങ്ങനെ വരുന്നതാണ് ഇതായി എന്നുള്ളതിൻ്റെ ഒരു പാകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതോ. കുറച്ചും കൂടി വേണമെങ്കിൽ നാളികേരം ഇട്ട് കൊടുക്കാം. എനിക്ക് നാളികേരം ഇടുന്നത് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നു. നിറയെ നാളികേരം ഉണ്ടാകുമ്പോൾ കൊഴക്കട്ട കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ നാളികേരം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കോ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ നാളികേരം അത്ര ഇഷ്ടമല്ലെങ്കിൽ അത്ര നാളികേരം ഇട്ട് കൊടുക്കണ്ട. പക്ഷെ നാളികേരം കുറേ ഇടുന്നതാണ് കൊഴക്കട്ടയ്ക്ക് ഒരു ടേസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കൂടെ ഉള്ള ആ മുളകും കടുകും ഉഴുന്നും പരിപ്പും കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ പോലെ കടക്കുന്ന കാണാൻ തന്നെ ഒരു രസമില്ല ഇത്. അപ്പോൾ ഏകദേശം ഇതതിൻ്റെ പാകമായി. ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം നമ്മൾ പിടിക്കും. ഇങ്ങനെ കൊഴക്കട്ട ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അതെങ്ങനെയാണ് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം അത് ചൂടാറി ഇതാ കണ്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ഇഡ്ഡലി പാത്രം എടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വയ്ക്കില്ലേ, അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ അതിൽ ഏറ്റവും മുകളിലത്തെ തട്ടെടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഉരുള പിടിക്കുക. ഉരുള ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിടിക്കാം. നല്ല വലിപ്പമാണെന്നുള്ളവർക്ക് കുറച്ച് നല്ല വലുതായിട്ട് അങ്ങനെ ഉരുട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉരുട്ടി വയ്ക്കാം. അപ്പം ഞാനിത് ഈ ഒരു പാകത്തിലാണ് ഉരുട്ടി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം ഇത് തന്നെ ഒരു 4-5 ആൾക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്. ഇപ്പം നമ്മൾ എടുത്തത് 1 കപ്പാണ്. പച്ചരി 1/2 കപ്പ്, പുഴുങ്ങലരി അതായത് പൊന്നിയരി 1/2 കപ്പ് കൂടിയിട്ട് നമ്മൾ 1 കപ്പാണ് എടുത്തത്. അത് ഇത്രയും ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഉരുളൊട്ടി ഇപ്പോൾ ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചതുകൊണ്ടോ ഒന്ന് ഒട്ടിപ്പിടിച്ചതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. അതെല്ലാം ഉരുളി ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഉരുട്ടി വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഞാനിങ്ങനെ ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്നിങ്ങനെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല.
നന്നായിട്ട് നമ്മൾ ഉരുള പിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാകത്തിനെ പിടിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കി വെക്കണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ പകുതി വെന്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ അരി. അപ്പോൾ ബാക്കി നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി ഇനി ഗ്യാസിൻ്റെ മുകളിൽ വെക്കേണ്ടു. ഈ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുക, ഗ്യാസിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഈ പാത്രം കൊണ്ട് വലിയ പാത്രത്തിൻ്റെ അടപ്പുകൊണ്ട് ഇതിങ്ങനെ അടച്ചു വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റ് മതി, അത്രേ വേണ്ടു. കാരണം പകുതി അധികം വെന്തതാണല്ലോ അത് അരി. നമ്മൾ അരച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചതിൽ ഇങ്ങനെ വരകി കുറുക്കിയെടുത്തില്ലേ, അപ്പോൾ കുറേ വെന്തിട്ടുണ്ട് അത്. ബാക്കി 10 മിനിറ്റ് കൂടി അത് ഉരുളൊന്ന് വേണം, അത്ര സമയം വേണ്ടു. അത് കഴിയുമ്പോൾ നമ്മുടെ കൊഴക്കട്ട റെഡിയാവും. ഇപ്പം അതാ നമ്മുടെ സ്വാദിഷ്ടമായ കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. ഇതാ പൊട്ടിയിട്ടില്ല, ഒന്നുമില്ല, അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മളൊരു 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ കൊഴക്കട്ട. അതായത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോൾ ഇഡ്ഡലി വേവുമ്പോൾ ഒരു മണം അങ്ങനെ വരില്ല, നമുക്ക് വെന്ത പോലെ ഫീൽ ചെയ്യില്ലേ, അതേപോലെ തന്നെ കൊഴക്കട്ട വേവുമ്പോഴും ആ ഒരു മണമൊക്കെ നമുക്ക് തന്നെ വരും. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്താൽ മതി. അത് കറക്റ്റ് 10 മിനിറ്റ്. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം എടുത്ത് കാണിച്ചിട്ടുള്ള കൊഴക്കട്ടയാണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉഴുന്നിട്ടിട്ടുണ്ട്. ഉഴുന്നിടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഉഴുന്നിടണ്ട, പക്ഷെ ഉഴുന്നിടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അതിന് നല്ലൊരു ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുവന്ന മുളക്, അതായത് വറ്റൽ മുളക് ഇട്ടിട്ടുള്ള ചട്നിയാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്. അതാണ് ശരിക്കും ഇതിന്റെ ടേസ്റ്റ്. എല്ലാവരും ഇപ്പോൾ പച്ചമുളക് ഇട്ട് അരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇട്ട് അരയ്ക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു ചട്നിയുടെ ഒന്നിന്റെ ആവശ്യമില്ല. കൊഴക്കട്ട വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ കൂട്ടി കഴിക്കാൻ വേണ്ടി ചട്നി അരയ്ക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൊഴക്കട്ട പല വെറൈറ്റി കൊഴക്കട്ടയുണ്ട്. ഇനി ഇതേപോലെ തന്നെ കുറെ വേറെ കൊഴക്കട്ടയുടെ വേറെ റെസിപ്പികളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ടാക്കാൻ കിട്ടിയോ, നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ള എൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും ഞാൻ പറയാൻ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്തൊക്കെയാണോ അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇതുവരെ ഇട്ട എല്ലാ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഈ വീഡിയോയിലൊപ്പം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളിതെല്ലാം ഉണ്ടാക്കി നോക്കൂ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.